രാജ്യത്തെ തൊഴിലാളികളെയും ജീവനക്കാരെയും കർഷകരെയും എല്ലാം ബാധിക്കുന്ന നിരവധിയായ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ഈ ദേശീയ പണിമുടക്കം നടത്തുന്നത്. എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല. ഇവിടെ ട്രേഡ് യൂണിയന്റെയും സർവീസ് സംഘടനകളുടെ നിരവധി നേതാക്കന്മാരുണ്ട്. അവർ ആ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിസ്തരിച്ച് സംസാരിക്കും. നമ്മൾ ഈ പണിമുടക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനമായി ഉന്നയിക്കുന്ന ഡിമാൻഡ് രാജ്യത്തെ തൊഴിലാളികളുടെ ഏറ്റവും സുരക്ഷിതത്വമുണ്ടാക്കുന്നത് രാജ്യത്ത് നടപ്പിലാക്കുന്ന തൊഴിൽ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ്. നമ്മുടെ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന ചുമട്ടുതൊഴിലാളി മുതൽ വലിയ ഓഫീസുകൾ ജോലി ചെയ്യുന്ന പ്രൊഫഷണൽ ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും തൊഴിലാളികളാണ്. ഈ തൊഴിലാളികൾ അനുഭവിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങൾക്കും സുരക്ഷയ്ക്കും അടിസ്ഥാനം രാജ്യത്ത് നിലവിലുള്ള തൊഴിൽ നിയമമാണ്. നമ്മുടെ രാജ്യത്ത് സ്വാതന്ത്ര്യാനന്തരം നിലവിലുണ്ടായിരുന്ന 29 തൊഴിൽ നിയമങ്ങളെ 4 ലേബർ കോഡുകളാക്കി മാറ്റിയതിലൂടെ രാജ്യത്തെ തൊഴിലാളികൾ അനുഭവിച്ചിട്ടുള്ള ഒട്ടേറെ ആനുകൂല്യങ്ങളും സുരക്ഷിതത്വം ഇല്ലാതാകുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ആ തൊഴിൽ കോഡുകൾ, ലേബർ കോഡുകൾ പിൻവലിക്കുക എന്നതാണ് ഈ പണിമുടക്കിന്റെ ഭാഗമായി നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുദ്രാവാക്യം. പെരിന്തൽമണ്ണയുടെ വിദ്യാഭ്യാസ പുരോഗതിയിൽ ശ്രദ്ധേയമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരുന്ന ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. BCom Finance, Co-operation, Computer Application, Banking and Insurance, BBA, BA Economics, BA English, BCA, BSc Artificial Intelligence, MCom, MA English തുടങ്ങിയ 9 UG കോഴ്സുകളും 2 PG കോഴ്സുകളുമായി ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ജൈത്രയാത്ര തുടരുന്നു. മാറുന്ന കാലത്ത് വിദ്യാർത്ഥികളുടെ കരിയറിനെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്താൻ മികച്ച അധ്യാപകരുടെ സേവനം. ISS ആർട്സ് ആൻഡ് സയൻസ് കോളേജ്, പൊന്നിയാകുറിശി, പെരിന്തൽമണ്ണ.